തീർച്ചയായിട്ടും ഈ നല്ല സലീം ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ കുട്ടികൾ +2 പഠിക്കുമ്പോൾ തന്നെ ജർമ്മൻ ഭാഷ പഠിക്കുക. ചോദിക്കുന്നത് നിങ്ങളിന്ന് ജർമ്മൻ ഭാഷ പഠിക്കുന്നു ചോദിക്കുമ്പോൾ ഞങ്ങൾ നഴ്സാകുമ്പോൾ ജർമ്മനിൽ പോകുന്നത്. വളരെയേറെ കുട്ടികൾ ജർമ്മൻ ഭാഷ പഠിക്കുകയാണ്. കാരണം ജർമ്മനിലൊന്നും ആളുകൾക്ക് ഹെൽത്ത് കെയർ ആളില്ലാത്തതുകൊണ്ടാകാം. വളരെ ശരിയാണ്. നഴ്സുമാർ മാൻഡേറ്ററിയാണ്. അപ്പൊ ഇവിടെ നാട്ടിൽ ഉള്ള നഴ്സുമാർക്ക് വേണ്ട ശമ്പളം കിട്ടുന്നില്ല, സത്യമാണ്. അപ്പൊ അവരുടെ പേ സ്കെയിൽ വർദ്ധിപ്പിക്കാൻ, അവർക്ക് മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ ആരാണ് ഈ ചൂടും തണുപ്പുള്ള രാജ്യത്ത് പോയി ജീവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഭാവിയിലാണെങ്കിലും വരുന്ന ഗവൺമെന്റുകൾ അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനും അവർക്ക് മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ ഉണ്ടാക്കാനും ശ്രമിക്കണം എന്നുള്ള അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. രണ്ടാമത് കർഷകരുടെ കാര്യം വളരെ പരിതാപകരമാണ്. ഒരു ഭാഗത്ത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല. രണ്ട്, ഈ വന്യജീവികൾ ഇറങ്ങി ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ സാധനങ്ങളും നശിപ്പിക്കുകയാണ്. ആന ഇറങ്ങി മുഴുവൻ വാഴകളും നശിപ്പിക്കുന്നു, തെങ്ങ് നശിപ്പിക്കുന്നു. പിന്നീട് പന്നി ഇറങ്ങി മുഴുവൻ സാധനങ്ങളും തിന്നുന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ വയനാട്ടിൽ പോയപ്പോൾ കർഷകരെ കാണിച്ചത് മയിലുകൾ കൂട്ടത്തോടെ ഇറങ്ങുകയാണ്. എൻ്റെ നെല്ലിൻ്റെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന കതിര് മാത്രം കൊണ്ടുപോകും. അവിടെ പലതരം വയനാട്ടിൽ നല്ല അപൂർവങ്ങളായിട്ടുള്ള നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നവരാണ്. നമ്മൾ കേട്ടിട്ടില്ലാത്ത നല്ല ഇനം നെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്നവരാണ്. കഷ്ടപ്പെട്ടവർ ഉൽപ്പാദിപ്പിക്കുന്നവർ വിളഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ മയിലുകൾ കൂട്ടത്തോടെ വന്നിരുന്ന് ആ കതിര് മാത്രം കൊണ്ടുപോകണം. അപ്പൊ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, വന്യജീവികളുടെ ശല്യം. രണ്ട്, കൃഷി ചെയ്ത് മുന്നോട്ട് കുടുംബം പുലർത്താൻ കഴിയാത്ത അവസ്ഥ. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില ലഭിക്കാത്ത അവസ്ഥ. ആദ്യത്തേതിന്റെ പ്രശ്നം, ഈ വന്യജീവികളെ, നമ്മുടെ നാട്ടിൽ വന്യജീവികളെ കൊല്ലാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വിഷം ബാധിച്ചിട്ടുള്ള തെരുവ് നായ്ക്കളെ പോലും കൊല്ലാൻ പറ്റത്തില്ല. കുട്ടികളെ കടിക്കുകയാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളെയൊക്കെ കടിക്കുന്നു. വാക്സിൻ കൊടുത്താൽ പോലും രക്ഷയില്ലാത്ത അവസ്ഥ. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥ പരിഹരിക്കണം. ഒന്ന്, അമേരിക്ക, ഓസ്ട്രേലിയ, മറ്റെല്ലാ രാജ്യങ്ങളിലും 5 വർഷം കൂടി ഇരിക്കുമ്പോൾ ഹണ്ടിങ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽപ്പെട്ട മൃഗങ്ങളെ അവരെ ഹണ്ട് ചെയ്യാൻ അനുവാദം കൊടുത്തില്ലെങ്കിൽ അവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു വരും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? കാട്ടിനകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് നാട്ടിലോട്ട് ഇറങ്ങും. രണ്ടാമതൊരു പ്രശ്നം കൂടിയുണ്ട്. ഗവൺമെന്റ് വേണ്ട രീതിയിൽ വെള്ളവും ഭക്ഷണവും ഒക്കെ കാട്ടിനകത്ത് കൊടുത്താൽ അവർ കാട്ടി നിൽക്കും. കേരള ഗവൺമെന്റ് ഈ കാര്യത്തിൽ വൻ പരാജയമാണ്. കഴിഞ്ഞ ദിവസം തമിഴ്നാട് ഫോറസ്റ്റ് മിനിസ്റ്റർ ഞാൻ കൂടെ യാത്ര ചെയ്തു. അദ്ദേഹം ഞാൻ ചോദിച്ചു, നിങ്ങളവിടെ ഈ വന്യജീവികളൊന്നും ഇറങ്ങുന്നില്ലല്ലോ, അതെന്താ കാരണം? അദ്ദേഹം പറഞ്ഞത്, വി ആർ പ്രൊവൈഡിങ് വാട്ടർ ആൻഡ് എസെൻഷ്യൽ ഫുഡ് ടു ദിസ് ഫോറസ്റ്റ് അനിമൽസ്. ധാരാളമായ ഒരു വെള്ളവും ഭക്ഷണവും അതോടൊപ്പം തന്നെ അവർക്ക് നടക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ അവർ ചെയ്തു കൊടുക്കുക. അപ്പം ഇതുകൊണ്ടാണ് കർഷകരിന് എല്ലാ ദിവസവും പുലി പിടിച്ചു, ആന ചവിട്ടി, ആള് ചാവുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ വന്യമൃഗങ്ങളുടെ ആക്രമണത്തോടെ ആളുകൾ മരിക്കുകയാണ്. വസ്ത്രത്തിൽ വലിയ സങ്കടം തോന്നുന്നു. ഗവൺമെന്റ് 10 ലക്ഷം രൂപ കൊടുത്തത് കൊണ്ട് ആള് മരിച്ചാൽ അതിന് പരിഹാരമാവുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് ചോദിച്ച ചോദ്യത്തിന് ഈ കർഷകരുടെ ഏറ്റവും വലിയ പ്രശ്നം മിനിമം സപ്പോർട്ട് പ്രൈസ് ഗവൺമെന്റ് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനും ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് ഉണ്ടാകും. അത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പം തന്നെ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതായി നെല്ലെടുക്കാൻ പോലും ആളില്ല. എടുത്താൽ അവർ കിഴിവ് ചോദിക്കുകയാണ് മില്ലുകാർ. കൊടുത്ത പണം ഗവൺമെന്റ് കൊടുത്ത നെല്ലിന് പണം കൊടുക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് ഏറ്റവും റബ്ബറിന് പലപ്പോഴും ഇപ്പോഴാണ് അല്പം വില കൂടിയത്, നാളികേരത്തിന് അല്പം വില കൂടി. അങ്ങനെ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് ഗവൺമെന്റ് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ കർഷകൻ കാർഷിക വൃത്തിയിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അതേ ഉള്ളൂ മാർഗം. എൻ്റെ മനസ്സിലുള്ളത്, ഒരു നമ്മുടെ ഗവൺമെന്റ് വന്നാൽ കേരളത്തിലെ മുഴുവൻ തരിശായ പാടശേഖരങ്ങളും ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്ത് കൃഷി ചെയ്യണം. കൃഷിയുടെ ആ ഉടമസ്ഥന് ഒരു അംശം കൊടുത്താൽ മതി. അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നില്ല, അവരോട് പറയാൻ ചെയ്യുന്നില്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ കൃഷി ചെയ്യണം. കാരണം പാടശേഖരങ്ങൾ വെറുതെ കിടക്കുകയാണ്, ആരും കൃഷി ചെയ്യുന്നില്ല. നമ്മൾ നെല്ല് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുകയാണ്. അതിനു പകരം ഗവൺമെന്റ് തന്നെ ഏറ്റെടുക്കണ്ട, ഗവൺമെന്റ് തന്നെ കൃഷി ചെയ്തിട്ട് ആ കർഷകന് ഒരു വരുമാനം കൊടുത്താൽ തന്നെ അത്രയും നെല്ലിൻ്റെ ഉൽപ്പാദനം, അരിയുടെ ആവശ്യകത അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും.